യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അഭിഷേകാഗ്നിയുടെ ശ്രോതാക്കൾക്ക് ദൈവത്തിൻ്റെ കൃപയും സമാധാനവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ഉണ്ടായിരിക്കട്ടെ. ഈ നിമിഷങ്ങളിൽ ദൈവമക്കളായ ഓരോരുത്തർക്കും ദൈവം നൽകുന്ന അതിശക്തമായൊരു ദൂതനെക്കുറിച്ചാണ് നാം ശ്രവിക്കാൻ പോകുന്നത്. നീ ഭയപ്പെടരുത്. ഭയം വലിയൊരു തിന്മയാണ്. ഭയം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിന് തടസ്സമുണ്ടാക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മഹത്വം വെളിപ്പെടാൻ ദൈവമക്കളിൽ തടസ്സമായി നിൽക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ശക്തിയാണ് ഭയം. അതുകൊണ്ട് ദൈവമക്കളോട് എപ്പോഴും ആവർത്തിച്ച് ആവശ്യപ്പെടുന്നൊരു കാര്യമുണ്ട്: നീ ഭയപ്പെടരുത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുറച്ച് നാളുകൾക്ക് മുമ്പ് കാസർഗോഡ് എന്നൊരു സഹോദരി ഈ ധ്യാനകേന്ദ്രത്തിൽ കുടുംബം ഒന്നിച്ച് ധ്യാനിക്കാൻ വന്നു. ആ സഹോദരി ഇവിടെ വന്ന് രണ്ടാമത്തെ ദിവസം അച്ഛനെ കാണാൻ വേണ്ടി അച്ഛൻ്റെ മുറിയിലേക്ക് വന്നു. ആ സഹോദരിയുടെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ വലിയ ഭയവും ഉത്കണ്ഠയും വലിയ ഭാരവും നിറഞ്ഞു നിൽക്കുന്നതായി കണ്ടു. ആ സഹോദരി പറഞ്ഞു, അച്ഛാ, എൻ്റെ ഉദരത്തിൽ അതികഠിനമായ വേദനയുണ്ട്. ഇവിടെ വന്നതിന് ശേഷം വേദന കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ മംഗലാപുരത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ പ്രസിദ്ധനായ ഒരു ഡോക്ടറിന്റെ ട്രീറ്റ്മെന്റിലാണ്. ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് 2 ആഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾക്ക് രോഗത്തിൽ എന്തെങ്കിലും വയറ്റിൽ എന്തെങ്കിലും വേദനയോ പ്രശ്നമോ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ആശുപത്രിയിൽ മംഗലാപുരത്ത് അഡ്മിറ്റ് ആകണം. ഉടനെ തന്നെ നിങ്ങൾക്ക് ഓപ്പറേഷൻ നടത്തേണ്ടി വരും. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവന് തന്നെ അത് ഭീഷണിയായിരിക്കും. ഈ സംഭവം ഇങ്ങനെ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത സാഹചര്യത്തിലാണ് ആ സഹോദരി കാസർഗോഡ് നിന്ന് ഞാൻ കർത്താവിന്റെ വചനം കേൾക്കുമെന്ന് പറഞ്ഞ് എൻ്റെ കർത്താവ് എന്നെ സുഖപ്പെടുത്തുമെന്ന് പറഞ്ഞ് അട്ടപ്പാടിയിലുള്ള സെഹിയോൻ ധ്യാനകേന്ദ്രത്തിലേക്ക് ധ്യാനിക്കാൻ വന്നത്. ധ്യാനത്തിന്റെ ആദ്യ ദിവസം കഴിഞ്ഞു. 2ാം ദിവസം ആയപ്പോഴേക്കും ഉദരത്തിൽ വേദന ആരംഭിച്ചു. ആ സഹോദരിക്ക് വലിയ ഭയമുണ്ടായി. ആ സഹോദരി പറഞ്ഞു, അച്ഛാ, ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഉദരത്തിൽ എന്തെങ്കിലും വേദനയോ എന്തെങ്കിലും അസ്വസ്ഥതകളോ ഇനി ഉണ്ടായാൽ ഉടനെ തന്നെ മംഗലാപുരത്ത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകണമെന്നാണ്. എനിക്ക് വലിയ പേടിയാവുന്നു. ആ സഹോദരിയുടെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് ഞാൻ പറഞ്ഞു, ഭയപ്പെടണ്ട, ധൈര്യമായിരിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ദിനങ്ങളിൽ ആ സഹോദരി കർത്താവിൽ ആശ്രയിച്ച്, കർത്താവിന്റെ ശക്തിയിൽ ആശ്രയിച്ച്, കർത്താവിന് നാമം വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ സഹോദരിയിൽ നിന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഭയം എടുത്തു മാറ്റി, ഭയവും ഉത്കണ്ഠയും എടുത്തു മാറ്റി. ആ സഹോദരി ആ ധ്യാനത്തിൽ മനസ്സ് തുറന്ന് യേശുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. ധ്യാനത്തിന് സമാപനമായപ്പോൾ ആ സഹോദരിയുടെ ജീവിതത്തിൽ രോഗപീഠകളുടെ കെട്ടുകളിൽ വെച്ച് കർത്താവ് ആ സഹോദരിയെ വിടുവിച്ച്. അതിനുശേഷം ആ സഹോദരി തിരിച്ച് നാട്ടിൽ ചെന്നു. മംഗലാപുരത്ത് നിന്ന് ഡോക്ടറെ കണ്ട് വീണ്ടും പരിശോധിപ്പിച്ചു. ഡോക്ടർ പറഞ്ഞു, ഉദരത്തിലുണ്ടായിരുന്ന മുഴകളെല്ലാം ചുങ്ങിപ്പോയി, ഇനി മരുന്ന് കഴിക്കണ്ട, ട്രീറ്റ്മെന്റ് എടുക്കേണ്ട ഒരാവശ്യമില്ല. ഉദരത്തിലെ മുഴകളെല്ലാം ചുങ്ങിപ്പോയി. ക്യാൻസറസ് ആയിരുന്ന മുഴകൾ പോലും സൗഖ്യപ്പെടുത്തുന്ന തരമുള്ള ദൈവത്തിന്റെ ഇടപെടലുകളാണ് ആ സഹോദരിയുടെ ജീവിതത്തിലുണ്ടായത്. ഭയം എടുത്തു മാറ്റിയപ്പോൾ ആ ഭയത്തിനോടനുബന്ധിച്ച് കിടന്ന രോഗപീഠകളുടെ കെട്ടുകളും കർത്താവ് അഴിച്ചു കൊടുത്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടാൻ തടസ്സമായി നിൽക്കുന്ന പ്രധാനപ്പെട്ടൊരു തിന്മയാണ് ഭയം എന്ന് പറയുന്നത്. യെശയ്യായുടെ പുസ്തകത്തിൽ 37-ാമത്തെ അധ്യായം, അവിടെ വളരെ ദൈവീക നാമത്തിന്റെ ശക്തിയിൽ ധൈര്യത്തോടെ നിൽക്കുന്ന ഒരു ദൈവ പൈതലിനെ കാണാം. അദ്ദേഹത്തിന്റെ പേരാണ് ഹെസക്കിയ രാജാവ്. ഹെസക്കിയ രാജാവ് ദൈവത്തിന്റെ ശക്തിയിൽ ധൈര്യപ്പെട്ടൊരു ദൈവ പൈതലാണ്. ഹെസക്കിയ രാജാവിന്റെ ജീവിതത്തിൽ പ്രയാസമുണ്ടായി. അന്നത്തെ ലോക സാമ്രാജ്യ ശക്തിയായിരുന്ന അസീറിയൻ സാമ്രാജ്യത്തിന്റെ അധിപൻ സെന്നാകെരീബ് ചക്രവർത്തി ലക്ഷക്കണക്കിന് സൈന്യവുമായി ഹെസക്കിയ രാജാവിനും രാജ്യത്തിനുമെതിരെ ഉപരോധം ഏർപ്പെടുത്തി അതിനെ കീഴ്പ്പെടുത്താൻ വേണ്ടി കോപ്പുകൂട്ടി സന്നാഹമൊരുക്കി വന്നു. അങ്ങനെ മാസങ്ങളോളം വർഷങ്ങളോളം നീണ്ടുനിന്ന ഉപരോധത്തിൽ ഈ രാജ്യം വളരെ ഞെരുങ്ങി. അപ്പോഴും ഹെസക്കിയ ജനങ്ങളോട് പറഞ്ഞു, ജനങ്ങളെ ധൈര്യമായിരിക്കുവിൻ, നിങ്ങളുടെ ദൈവം നിങ്ങളെ രക്ഷിക്കും. ജനങ്ങളെ ധൈര്യമായിരിക്കുവിൻ, നിങ്ങളുടെ ദൈവം നിങ്ങളെ രക്ഷിക്കും. അപ്പോൾ ദൈവ വിചാരമില്ലാതിരുന്ന, ദൈവനാമത്തെക്കുറിച്ച് പരിചയമില്ലാതിരുന്ന ഹെസക്കിയായും അവന്റെ ദൂതന്മാരും ജനങ്ങളെ ഇങ്ങനെ ഉത്ബോധിപ്പിച്ചു: ദൈവം നിങ്ങളെ രക്ഷിക്കും, ദൈവം നിങ്ങളെ രക്ഷിക്കും, ദൈവം നിങ്ങളെ രക്ഷിക്കും എന്ന് പറഞ്ഞ് ഹെസക്കിയ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. എന്റെ കരങ്ങളിൽ നിന്ന് ആർക്കും നിങ്ങളെ രക്ഷിക്കാൻ സാധിക്കുകയില്ല. ഹെസക്കിയ രാജാവിന്റെ ഉപദേശത്തെയും ഹെസക്കിയ രാജാവിന്റെ ധൈര്യത്തെയും ഹെസക്കിയ രാജാവ് ജനത്തിന് പകർന്നു കൊടുത്ത ആത്മധൈര്യത്തെയും സെന്നാകെരീബും അവന്റെ ദൂതന്മാര് പരിഹസിച്ചു. പ്രിയപ്പെട്ട ദൈവമക്കളെ, എങ്കിലും ഹെസക്കിയ നിരാശനായില്ല. ഹെസക്കിയ വീണ്ടും ദൈവനാമത്തിൽ ദൈവജനത്തെ സ്ഥൈര്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. അവൻ പറഞ്ഞു, മക്കളെ ധൈര്യമായിരിക്കുക, ദൈവം രക്ഷിക്കും, ദൈവം സംരക്ഷണം തരും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സാഹചര്യത്തിൽ ദൈവം ഇടപെട്ടു.
സെന്നാകരീബിന്റെ അഹന്ത കൊടിമുടിയിലെത്തിയപ്പോൾ സെന്നാകരീബിന്റെ അഹന്ത വർദ്ധിച്ച് സെന്നാകരീബിന്റെ അഹങ്കാരത്തിന്റെ മൂർധന്യത്തിലെത്തിയപ്പോൾ ദൈവം ഇടപെട്ടു. ആ രാത്രി ദൈവത്തിന്റെ ദൂതൻ സെന്നാകരീബിന്റെ പാളയത്തിലേക്ക് ഇറങ്ങി 1,85,000 പട്ടാളക്കാരെ ഒറ്റ രാത്രി കൊണ്ട് ദൈവത്തിന്റെ ദൂതൻ വധിച്ച് നിലത്തിട്ടു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യെശയ്യായുടെ പുസ്തകത്തിൽ 37 അധ്യായത്തിൽ 36 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. കർത്താവിന്റെ ദൂതൻ അസീറിയക്കാരുടെ പാളയത്തിൽ കടന്ന് 1,85,000 പട്ടാളക്കാരെ വധിച്ചു. അതിരാവിലെ ഉണർന്നപ്പോൾ അവരെല്ലാം മരിച്ചു കിടക്കുന്നത് കണ്ടു. അപ്പോൾ അസീറിയ രാജാവ് സ്വന്തം നാട്ടിലേക്ക് മടങ്ങി. അവന്റെ അഹന്തയ്ക്ക് അറുതി വന്നു. യെസക്കിയേലിന്റെ പുസ്തകത്തിൽ 7:24 പഠിപ്പിക്കുന്നു, ഞാൻ അഹങ്കാരികളുടെ അഹന്തയ്ക്ക് അറുതി വരുത്തും. യെശയ്യാ 35 അധ്യായത്തിൽ 4 വാക്യത്തിൽ പഠിപ്പിക്കുന്നു, ഭയപ്പെട്ടിരിക്കുന്നവരോട് പറയുവിൻ, ഭയപ്പെടണ്ട, ധൈര്യമായിരിക്കുവിൻ. ഇതാ നിങ്ങളുടെ ദൈവം പ്രതികാരം ചെയ്യാൻ വരുന്നു. ദൈവത്തിന്റെ പ്രതിഫലവുമായി വന്ന് അവിടുന്ന് നിങ്ങളെ രക്ഷിക്കും. ദൈവത്തിന്റെ പ്രതിഫലവുമായി വന്ന് അവിടുന്ന് നിങ്ങളെ രക്ഷിക്കും. യെശയ്യാ 35:4 ദൈവം ദൈവമക്കൾക്ക് നൽകുന്ന അതിശക്തമായ ഉറപ്പാണിത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 109 സങ്കീർത്തനത്തിൽ 31 തിരുലിഖിതം വചനം പഠിപ്പിക്കുന്നു, മരണത്തിന് വിധിക്കപ്പെട്ട അഗതിയുടെ വലതുവശത്ത് അവന്റെ ജീവനെ രക്ഷിക്കാൻ ഞാനുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദൈവം ആ രാത്രി അസീറിയൻ പാളയത്തിലേക്ക് ഇറങ്ങി. യെസയ്യായ്ക്കും അവന്റെ രാജ്യത്തിനും സംരക്ഷണം കൊടുക്കാൻ ശക്തന്മാരുടെ അഹന്തയ്ക്ക് അറുതി വരുത്തുന്ന ദൈവം ആ രാത്രി സെന്നാകരീബിന്റെ പാളയത്തിലേക്ക് ഇറങ്ങി 1,85,000 പട്ടാളക്കാരെ ദൂതൻ വധിച്ചു. പിറ്റേ ദിവസം അസീറിയൻ ചക്രവർത്തിയായിരുന്ന സെന്നാകരീബ് രാജാവ് തലകുനിച്ച് കുമ്പിട്ട് നിശബ്ദനായി അപമാനിതനായി സ്വരാജ്യത്തേക്ക് മടങ്ങിപ്പോയി. അവൻ സ്വന്തം രാജ്യമായ അസീറിയയിൽ ചെന്നു. സ്വന്തം തലസ്ഥാനമായ നിനവയിലേക്ക് പോയി. നിനവയിൽ സ്വന്തം ക്ഷേത്രത്തിൽ തന്റെ ദേവനായ നിസ്രോക്കിന്റെ ക്ഷേത്രത്തിൽ ആരാധന നടത്തുമ്പോൾ അവന്റെ പുത്രന്മാരായ അദ്രാമലേക്ക്, ഷരേസർ എന്നിവർ ചേർന്ന് വാളുകൊണ്ട് അവനെ കുത്തിപ്പിളർന്നു. അങ്ങനെ അവന്റെ അന്ത്യശ്വാസം വലിച്ചു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിൽ ധൈര്യപ്പെടുന്ന ഹെസക്കിയ, ദൈവത്തിന്റെ ശക്തിയിൽ ധൈര്യപ്പെടുന്ന യൂദയ രാജ്യം, അത് ലോകദൃഷ്ടിയിൽ നിസ്സാരമായിരുന്നിരിക്കാം, അത് ലോകദൃഷ്ടിയിൽ ദുർബലമായിരുന്നിരിക്കാം. എങ്കിലും അവർ ബലമുള്ള ഒരു നാമത്തിൽ ധൈര്യപ്പെട്ട് നിന്നു. അവർ ബലമുള്ള ദൈവത്തിൽ ധൈര്യപ്പെട്ട് നിന്നു. അതിനാൽ ബലമുള്ള ദൈവം അവരെ ശക്തിപ്പെടുത്തുകയും അവരെ വിടുവിക്കുകയും ചെയ്തു.